ഹായ് മക്കളെ, അപ്പോൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം, അതിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ ആ ഇമ്പോർട്ടന്റ് ഭാഗം? പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. അതിലെ മിശ്രിതങ്ങളുടെ ഭാഗമാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. എന്താണ് മിശ്രിതം എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് കൂടിച്ചേർന്നത്. ഇപ്പോൾ അരിയും പഞ്ചസാരയും, അതിൽ അരിയും പഞ്ചസാരയും രണ്ട് വ്യത്യസ്ത ആൾക്കാരാണ്, അവർ തമ്മിൽ മിക്സ് ആയി. അതേപോലെ ഷുഗർ ആൻഡ് സാൻഡ്, പഞ്ചസാരയും മണലും, ഇതും എന്താണ്? മിക്സ്ചറാണ്. കാരണം രണ്ടാൾക്കാർ തമ്മിൽ കൂടിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇങ്ങനെ മിക്സ്ചേഴ്സിൽ നിന്നും അവയുടെ കമ്പോണൻസിനെ, ഘടകങ്ങളെ എങ്ങനെ വേർതിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ. അതായത് നമ്മുടെ കയ്യിലുള്ള മിക്സ്ചറിൽ അവയുടെ കമ്പോണൻസിനെ വേർതിരിക്കണമെങ്കിൽ ആ കമ്പോണൻസിന്റെ ക്യാരക്ടർ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വേർതിരിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. അത് എന്താണെന്നുള്ളത് പറയാം. ഇതാ വരുന്നു സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, മിശ്രിതങ്ങളുടെ വേർതിരിക്കൽ. അതിൽ ഒന്നാമത്തെയാണ് എന്ത്? ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. രണ്ടാമത്തെ വരുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക സ്വേദനം എന്ന് പറയും. മൂന്നാമത്തെ സെപ്പറേറ്റിംഗ് ഫണൽ. നാലാമത്തെ സബ്ലിമേഷൻ അഥവാ ഉൽപ്പതനം. അഞ്ചാമത്തെ സെൻട്രിഫ്യൂഗേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്രോമാറ്റോഗ്രാഫി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിത് ഓരോന്നുമായിട്ട് പഠിക്കാം. ഇതിലെ ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലടങ്ങിയിട്ടുള്ള കമ്പോണൻസിന്റെ നേച്ചർ അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റിലേഷന്റെ കാര്യം ആദ്യം പഠിക്കാം. ഡിസ്റ്റിലേഷൻ നമുക്കത് രണ്ട് തലങ്ങളിൽ ഉപയോഗിക്കാം, രണ്ട് സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെയാണ് ഞാൻ പറയാൻ പോകുന്നത്. വൺ കമ്പോണന്റ് ഓഫ് ദ മിക്സ്ചർ ഈസ് വോളട്ടൈൽ ആൻഡ് ദ അതർ ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ. അതായത് നമ്മുടെ കയ്യിലുള്ള മിക്സ്ചറിൽ ഒരെണ്ണം വോളട്ടൈൽ ആണ് എന്ന് പറഞ്ഞാൽ ബാഷ്പീകരിക്കുന്ന ആളാണ്, രണ്ടാമത്തെ ആള് വോളട്ടൈൽ അല്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ സ്വഭാവമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം ഉപയോഗിക്കാം. എക്സാമ്പിൾ ഇതാ വരുന്നു. എന്താണ്? സോൾട്ട് ആൻഡ് വാട്ടർ, ഉപ്പ് വെള്ളം. ഓക്കെ, ഇനി ഡിസ്റ്റിലേഷൻ നമുക്ക് വേറൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അടുത്തത് വരുന്നത്. രണ്ടാമത്തത്, ഇഫ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ഹാവ് ലാർജ് ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിന്റ്സ്. അതായത് അവയുടെ നമ്മുടെ കയ്യിലുള്ള മിക്സ്ചറിലുള്ള കമ്പോണൻസിന്റെ തിളനിലകൾ, ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പരസ്പരം കലരുന്ന ദ്രാവകങ്ങളിൽ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റുക? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ ഇതാ വരുന്നു. വാട്ടറും അസറ്റോണും തമ്മിലുള്ള മിശ്രിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെത്തേഡ് ഉപയോഗിക്കാം. കാരണം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100ഉം അസറ്റോണിന്റെ 56ഉമാണ്. അപ്പോൾ അസറ്റോൺ പെട്ടെന്ന് തിളയ്ക്കും. ഓക്കെ, വേഗം നോക്കണം, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും എക്സാമിന് വരും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിലേഷന്റെ ഇതിനൊരു എക്സാമ്പിളിന്റെ ഒരു ചെറിയ ഡയഗ്രാം ഉണ്ട്. ഇതാ വരുന്നു. നമ്മുടെ കയ്യിലുള്ള മിക്സ്ചറിൽ എന്താണ്? അസറ്റോൺ ആൻഡ് വാട്ടർ ആണ്. വെള്ളവും അസറ്റോണും കലർന്ന മിശ്രിതമാണ്. ഇതിനെ ഹീറ്റ് ചെയ്യും. നമുക്കറിയാം വാട്ടറിന്റെ 100 ഡിഗ്രിയാണ് ബോയിലിംഗ് പോയിന്റ്, അസറ്റോണിന്റെ ആണെങ്കിൽ 56 ഡിഗ്രിയാണ്. അപ്പൊ ആരായിരിക്കും ആദ്യം തിളക്കുക? സംശയിക്കേണ്ട, അസറ്റോൺ ആയിരിക്കും അല്ലെ. അപ്പൊ 56 ഡിഗ്രിയുള്ള അസറ്റോൺ പെട്ടെന്ന് ബോയിൽ ചെയ്തിട്ട് വേപ്പറായിട്ട് ഇതിൽ കൂടെ വരും. ഇവിടെ എന്താണ്? ഒരു കണ്ടൻസർ ഉണ്ട്, തണുപ്പിക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ വേപ്പർ, അസറ്റോണിന്റെ വേപ്പർ ഇതിൽ വന്നു കഴിയുമ്പോൾ തണുക്കും എന്തായിട്ട് മാറുന്നത്? വീണ്ടും ലിക്വിഡായിട്ട് താഴേക്ക് വീഴും. അപ്പോൾ അസറ്റോൺ ഇവിടെ കിട്ടും, വാട്ടർ ഇവിടെ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് എന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നേരത്തെ പറഞ്ഞ ഡിസ്റ്റിലേഷന്റെ ഒരു ചെറിയ വകഭേദമാണ് ഇടത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക സ്വേദനം എന്താണെന്ന് നോക്കാം. ഇതാ വരുന്നു. സ്മോൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് മിക്സ്ചർ. മിശ്രിതത്തിലെ നമ്മുടെ ഘടകങ്ങൾ തമ്മിലുള്ള തിളനിലകൾ ചെറിയ വ്യത്യാസമാണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ ഇതാ വരുന്നു. മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് മെത്തനോൾ. ഡിഫറൻസ് നോക്കിയാൽ ഒരാളുടെ 78ഉം രണ്ടാമത്തെ ആളുടെ 65 ഡിഗ്രിയുമാണ്. ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം പറഞ്ഞ കേസുകളിൽ നമ്മുടെ മിശ്രിതങ്ങൾ പരസ്പരം മിക്സ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, പരസ്പരം കലരുന്ന ആൾക്കാരായിരുന്നു. ഇനി നിങ്ങൾക്ക് അറിയാലോ, മണ്ണെണ്ണയും കുറച്ച് വെള്ളമാണെങ്കിലോ മിക്സ് ആവോ അവർ തമ്മിൽ? ഇല്ലല്ലോ, അവർ തമ്മിൽ എന്ത് ചെയ്യും? സെപ്പറേറ്റ് എടുക്കും അല്ലെ? അങ്ങനത്തെ ലിക്വിഡ്സിനെയും അല്ലെങ്കിൽ അങ്ങനത്തെ മിശ്രിതങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? വേർതിരിക്കണം. ഓക്കെ, അതിനുള്ള മാർഗമാണ് വരുന്നത്. നോക്കിയാൽ സെപ്പറേഷൻ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഫ്രം ദയർ മിക്സ്ചർ വി ക്യാൻ യൂസ് സെപ്പറേറ്റിംഗ് ഫണൽ. അതായത് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ഇതാ വരുന്നു. എന്താണ്? കെറോസിൻ ആൻഡ് വാട്ടർ. അതിന്റെ ഒരു ഫോട്ടോ കാണിച്ചാലോ കേട്ടോ. ഇതാ വരുന്നു ഫോട്ടോ കേട്ടോ. കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഫോട്ടോ ഞാൻ വീണ്ടും വരുന്നുണ്ട്, അത് കണ്ടോ. ഇതാ നോക്കിയാടാ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കിയാൽ നമുക്കറിയാം. പെട്രോളും വെള്ളവും മിക്സ് ആയി കഴിഞ്ഞാൽ പെട്രോൾ എന്ത് ചെയ്യും? മുകളിൽ കിടക്കും, വെള്ളം അടിയിലേക്ക് വരും അല്ലെ? നമ്മളപ്പോൾ അതിനെ ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നോക്കിയാൽ ഈ ടാപ്പാണ് തുറക്കുമ്പോൾ ആരായിരിക്കും ആദ്യം അടിയിലേക്ക് പോവുക? വെള്ളം. വെള്ളം എന്ത് ചെയ്യും? അടിയിലേക്ക് തന്നെ പോയിക്കോളും. വെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ടാപ്പ് ക്ലോസ് ചെയ്യാം. അപ്പം എന്ത് കിട്ടി? നമ്മുടെ കയ്യിലുള്ള ഈ ഭാഗത്ത് പെട്രോൾ മാത്രം കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ വേർതിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ അടുത്തതാണ് വരുന്നത്. നോക്കിയാൽ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അതായത് മണലും അമോണിയം ക്ലോറൈഡും തമ്മിൽ മിക്സ് ആയി. ഇതെങ്ങനെ വേർതിരിക്കാൻ പറ്റും? അതിന് നമ്മൾ ഈ അമോണിയം ക്ലോറൈഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. വേറൊന്നുമല്ല, സബ്ലിമേഷൻ ആണ്, ഉൽപ്പതനം. അമോണിയം ക്ലോറൈഡിന്റെ പ്രത്യേകത, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആകാതെ നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറും. ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. ആര്? അമോണിയം ക്ലോറൈഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ള ഡിഷിൽ ഈ മിക്സ്ചർ ഉണ്ട്, ഇതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും? അമോണിയം ക്ലോറൈഡ് നേരിട്ട് ഗ്യാസ് ആയിട്ട് പോകും, വേപ്പറായിട്ട് പോയിട്ട് ഇവിടെ പറ്റി പിടിക്കും കേട്ടോ. ഇവിടെ പറ്റി പിടിക്കും, രണ്ട് സൈഡിലൊക്കെ പറ്റി പിടിച്ച് കഴിയുമ്പോൾ അത് വീണ്ടും എന്തായി മാറും? സോളിഡിഫൈഡ് അമോണിയം ക്ലോറൈഡ് മാറും. അടിയിൽ എന്ത് കിടക്കും? മണൽ കിടക്കും. ഓക്കെ, സാൻഡ് അടിയിൽ കിടക്കും, അമോണിയം ക്ലോറൈഡ് മുകളിലേക്ക് ഇങ്ങനെ പോകും പേപ്പറായിട്ട്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ് കേട്ടോ, സബ്ലിമേഷൻ. ഓക്കെ, അടുത്തത് ഇതാ വരുന്നു. ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ മെത്തേഡിന് പറയുന്ന പേര് സെൻട്രിഫ്യൂഗേഷൻ ആണ്. അപ്പോൾ എന്താണെന്നുള്ളത് ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സാർ അടുത്ത് വന്നു, ഇതാ വരുന്നു സെൻട്രിഫ്യൂഗേഷൻ. എന്തിനു ഉപയോഗിക്കണം നോക്കിയാൽ, ടു സെപ്പറേറ്റ് ഇൻസോളുബിൾ പാർട്ടിക്കിൾസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡിൽ കുറച്ച് മിക്സ് ആവാത്ത അല്ലെങ്കിൽ ലയിക്കാത്ത കണികകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവയെ വേർതിരിക്കാൻ പറ്റും. എങ്ങനെ? അവയുടെ മാസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഒന്ന് ഫോട്ടോയിലേക്ക് പോവാം നമുക്ക്. നോക്കിയേ, കണ്ട, ഇതാണ് നമ്മുടെ കയ്യിലുള്ള മിക്സ്ചർ. ഇതിനെന്ത് ചെയ്തു? ഇങ്ങനത്തെ ഒരു ഡിവൈസിൽ വെച്ചുകൊണ്ട് കറക്കി കഴിയുമ്പോൾ സംഭവിക്കും? കറങ്ങാന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാൻ നടത്തണ്ട, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നു. കറങ്ങി കഴിയുമ്പോൾ സംഭവിച്ചു നോക്കിയാൽ ഡിഫറെന്റ് മാസുള്ള ആൾക്കാർ സെപ്പറേറ്റഡ് ആയി. ഇതാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാ വരുന്ന അടുത്തത് ക്രോമാറ്റോഗ്രാഫി. ഓക്കെ, പടം കണ്ടെന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഡെഫിനിഷൻ നോക്കാം അല്ലെ. വാട്ട് ഈസ് ക്രോമാറ്റോഗ്രാഫി? It is used to separate more than one solute dissolved in one solution. Used to separate more than one solute dissolved in one solution. ഒരു ലായനിയിൽ ഒന്നിൽ കൂടുതൽ ലീനങ്ങൾ സൊല്യൂട്ടുകൾ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഈ ക്രോമാറ്റോഗ്രാഫി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ടു സെപ്പറേറ്റ് കളേഴ്സ്. Okay, this method was first used for separating colored substances, hence the name chromatography. Okay ആണല്ലോ? ഒരേ ലായകത്തിൽ ലയിച്ചു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. ആദ്യം ചായങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്നാൽ ഈ പേര് വന്നു. ഓക്കെ ആണല്ലോ? സോ അടുത്തത് ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ക്രോമാറ്റോഗ്രാഫി. ക്രോമാറ്റോഗ്രാഫിയുടെ ഉപയോഗങ്ങൾ. എന്തിനു ഉപയോഗിക്കണം നോക്കിയാൽ, ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഫ്രം ഡൈസ്. ചായങ്ങളിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ടു സെപ്പറേറ്റ് പോയിസണസ് സബ്സ്റ്റൻസസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങളെ വേർതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ക്രോമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ വേറെയും കുറച്ച് സെപ്പറേഷൻസ് ഉണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതാ വരുന്നു, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോരും ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, ഇതാ വരുന്നു മക്കളെ. അതായത് സംഭവത്തിലേ ഉള്ളൂ,
നമ്മുടെ കയ്യിലുള്ള മിക്സ്ചേഴ്സിൽ നിന്നും കമ്പോണൻസിനെ വേർതിരിക്കണം. ഇവ പരിചയമുള്ള കുറച്ച് മിക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് എന്താണ്? ടീ ഡ്രഗ് ഫ്രം ടീ. ചായയിൽ നിന്നും ചായച്ചണ്ടി വേർതിരിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫിൽട്രേഷൻ ഉപയോഗിക്കും അല്ലെ? അരിക്കും. സാധാരണ അരിപ്പ് ഉപയോഗിച്ച് അരിക്കും. എന്താണ് കാരണം? ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. അതായത് ചായച്ചണ്ടിക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ്, ചായക്ക് വലിപ്പം കുറവായതുകൊണ്ട് ചായയുടെ പാർട്ടിക്കിൾസ് അരിപ്പിൽ കൂടെ താഴേക്ക് വീഴും. ചായച്ചണ്ടിക്ക് കുറച്ച് കനമുള്ളത് കൊണ്ട് തടഞ്ഞു കൊടുക്കും. ഓക്കെ. രണ്ടാമത്തെ കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇവാപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. പാടത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇവാപ്പറേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ മാത്രം ഇവാപ്പറേറ്റ് ചെയ്ത് പോവും, ഉപ്പ് അടിയിൽ കിടക്കും. എന്താണ്? വോളട്ടൈൽ നേച്ചറാണ് ഉപയോഗിക്കുന്നത്. ആരുടെ? വെള്ളത്തിന്റെ. അടുത്തത് ചാഫ് ഫ്രം പാഡി. നെല്ലും പതിരും എങ്ങനെ വേർതിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? വിന്നോവിങ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. വിന്നോവിങ് എന്താണ് കാരണം എന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഇൻ മാസ്. അതായത് നമ്മുടെ പാഡിക്ക് കുറച്ച് കനം കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും? താഴേക്ക് നേരെ വീഴും. ചാഫ് എന്ത് ചെയ്യും? കനം കുറഞ്ഞത് കൊണ്ട് പറന്ന് കുറച്ച് ദൂരെ വീഴും. ഓക്കെ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് എന്ത്? അയൺ പൗഡറും അതേപോലെ തന്നെ നമ്മുടെ അലുമിനിയത്തിന്റെ പൗഡറും മിക്സ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും. കാരണം അയൺ എന്ന് പറയുന്ന ആള് മാഗ്നറ്റിനെ കാണുമ്പോൾ അട്രാക്ട് ചെയ്യപ്പെടും. So we can say iron is a magnetic substance. So we can use magnetic separation. Okay. അപ്പോൾ ഇതാണ് എന്ത്? സെപ്പറേഷൻ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ്. എന്തായാലും എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ ആണല്ലോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.